ഹലോ നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നി പരീക്ഷയിൽ ഇന്നത്തെ എപ്പിസോഡ് നടന്ന ഒരു സംഭവം മിക്കവാറും ചർച്ചയാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എല്ലാ ടീമുകളും ചേർന്ന് ഒരു ടാസ്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരു ടീം ടാസ്കിൽ പരാജയപ്പെടുകയും ഡേഞ്ചർ സോണിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. ഇതോടെ ജഡ്ജസ് ഈ ഇൻഫിനിറ്റി പെഡന്റ് കയ്യിലുള്ള മത്സരാർത്ഥികളോട് ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ബാക്കിയുള്ള 3 ടീമുകളിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുക്കുകയും ആ വ്യക്തിയെ ഡേഞ്ചർ സോണിലേക്ക് അയക്കുകയും വേണമെന്നാണ് ജഡ്ജസോട് പറയുന്നത്. അതിന് കൃത്യമായിട്ട് സമയം നൽകുന്നുണ്ട്. പക്ഷേ ആ സമയത്തിനുള്ളിൽ പെഡന്റ് കയ്യിലുള്ള മത്സരാർത്ഥികൾക്ക് ഒരാളെ തിരഞ്ഞെടുക്കാൻ അവിടെ കഴിയുന്നില്ല. ഓരോരുത്തർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഉള്ളത് കേട്ടോ. ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന കാര്യത്തിൽ ഒരു ഏകാഭിപ്രായത്തിൽ എത്താനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. മത്സരാർത്ഥികൾക്ക് കൃത്യമായ ഒരു തീരുമാനത്തിൽ എത്താൻ കഴിയാതെ വന്നതോടെ നമ്മുടെ ജഡ്ജസിന് ദേഷ്യം വരുവാണ്. വീണ്ടും ഒരാളെ ചൂസ് ചെയ്യാനായിട്ട് 10 സെക്കൻഡ് കൂടി സമയം അവർക്ക് നൽകുന്നുണ്ട്. എന്നിട്ടും പെഡന്റെ കയ്യിലുള്ള മത്സരാർത്ഥികൾക്ക് ഒരു കൃത്യമായ തീരുമാനം എടുക്കാനായിട്ട് കഴിയുന്നില്ല കേട്ടോ. ഇതോടെ രഞ്ജിനി ഉൾപ്പെടെയുള്ള ജഡ്ജസ് കട്ട കലപ്പിലാവുകയാണ്. അവസാനം ജഡ്ജസ് ഇൻഫിനിറ്റി പവർ തന്നെ അവിടെ നിന്ന് എടുത്തു മാറ്റുവാണ്. ഈ പവർ നിങ്ങൾക്ക് തന്നിട്ട് ഒരു ഗുണവുമില്ല എന്ന രീതിയിലാണ് ജഡ്ജസ് അവിടെ സംസാരിക്കുന്നത്. പിന്നീട് വീണ്ടും ഒരു അവസരം കൂടി നൽകുന്നുണ്ട്. ആദ്യം പൂജയുടെ പേര് ഉൾപ്പെടെ ചില പേരുകൾ പരിഗണിച്ചെങ്കിലും അവസാനം അഫ്നിയ എന്ന പേരിലേക്കാണ് മത്സരാർത്ഥികൾ എത്തുന്നത്. അഫ്നിയ ഡേഞ്ചർ സോണിലേക്ക് വരുന്നു. എന്നാൽ പിന്നീട് അഫ്നിയ സേവ് ആകുകയും ചെയ്യുന്നു. പക്ഷെ ഇതിനിടയിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്നാണ്. കൃത്യസമയത്തിനുള്ളിൽ ഇൻഫിനിറ്റി പവർ ഉപയോഗിക്കാൻ കഴിയാതിരുന്നതിനാൽ ആ പവർ കൈവശം ഉണ്ടായിരുന്ന മത്സരാർത്ഥികൾക്ക് അത് എന്നേക്കുമായി നഷ്ടപ്പെടുന്നതായി നമ്മുടെ ജഡ്ജസ് പ്രഖ്യാപിക്കുകയാണ്. ഈ അഗ്നിപരീക്ഷയിലെ മത്സരാർത്ഥികൾക്ക് ഇത് വലിയൊരു പാഠമാണ് കേട്ടോ. കാരണം ഒരു പവർ ലഭിച്ചാൽ അത് കൃത്യസമയത്ത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കണം. ബിഗ് ബോസിനകത്ത് നമ്മൾ മറ്റുള്ളവരോട് സിമ്പതി കാണിച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും നമുക്കവിടെ മുന്നോട്ട് പോകാൻ കഴിയില്ല. എനിക്ക് തോന്നുന്നു അത് മത്സരാർത്ഥികൾ ഇതൊരു മനസ്സിലാക്കിയിട്ടില്ല. ഇനി മിക്കവാറും മനസ്സിലാക്കും കേട്ടോ. പ്രത്യേകിച്ച് ഇതൊരു അഗ്നി പരീക്ഷയാണ്. 40 പേരാണ് ഇവിടെ മത്സരിക്കുന്നത്. ഇതിൽ ഭൂരിഭാഗം പേരും പുറത്താകുക തന്നെ ചെയ്യും. അതുകൊണ്ട് ആരെങ്കിലും പോകണമെങ്കിൽ പോകട്ടെ എന്ന് കരുതിയിട്ട് ഒരു തീരുമാനത്തെ സപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ അവിടെ നിന്ന് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണെങ്കിൽ ഒടുവിൽ സംഭവിക്കുന്നത് ഇതൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. അഗ്നി പരീക്ഷയിൽ ഓരോ അവസരവും കൃത്യമായിട്ട് ഉപയോഗിക്കണം. തീരുമാനം എടുക്കേണ്ട സമയത്ത് തീരുമാനം എടുക്കുകയും വേണം കേട്ടോ. അതാണല്ലോ ഈ ഒരു ഷോയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ. ഇൻഫിനിറ്റി പെഡന്റ് പവർ നഷ്ടപ്പെട്ട സംഭവം അത് തന്നെയാണ് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അഗ്നി പരീക്ഷയിലെ വരും എപ്പിസോഡുകൾ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ.